ഹലോ, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളങ്ങനെ തൂത്തുക്കുടി ഹാർബർ കാണാൻ പറ്റാതെ നമ്മളെ യാത്ര തുടരുകയാണ് കേട്ടോ. നമ്മളെ ഇന്നത്തെ യാത്ര എങ്ങിട്ടാന്ന് വെച്ചാൽ കന്യാകുമാരിയാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ നല്ല ടയേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കന്യാകുമാരി പോകാൻ പറ്റിയാൽ പോകും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആറ്റങ്കര പള്ളിയിൽ പോയിട്ട് അവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ റിട്ടേൺ അടിക്കും കേട്ടോ. രാവിലെ മുതൽ ഞാനൊരു ചായക്ക് ട്രൈ ചെയ്യാട്ടോ. ഒരു ചായ കുടിച്ചാലേ ഒരു സംസാരിക്കാനൊക്കെ ഒരു ഉഷാറ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ചായക്കടി ഒരു സംഭവം കാണാനില്ല. നോക്കിക്കേ, ഇതുപോലെ വിജനമായിട്ടുള്ള ഒരു സ്ഥലം, രണ്ട് സൈഡും പനകളും അതുപോലെ ആര്യവേപ്പിൻ്റെ സംഭവം, അതും മാത്രമേ ഉള്ളൂ. വീടുകളോ ഒരു ചായക്കട ഒരു ബേക്കറിയോ ഒരു സംഭവം കാണാനില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടുള്ള നടപ്പാണ്. ഒന്നും കാണാനില്ല. കുറേ പനിയും കാര്യങ്ങളും ഉണ്ട്, അല്ലാണ്ട് ഒരു സംഭവമല്ല. ഇടയ്ക്ക് ഓരോ വണ്ടികളും വരുന്നുണ്ട് കേട്ടോ. ഇത്ര മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതൊരു 40-45 കിലോമീറ്ററോളം ഇങ്ങനത്തെ റോഡ് തന്നെ കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 9:45-10 മണിയായിട്ടുണ്ട്. നല്ല വെയിൽ. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പനിയും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവര് അവിടെ നിന്നൊക്കെ മറ്റേ പനിയും തെങ്ങൊക്കെ ഇങ്ങോട്ട് വന്നു, കേരളത്തില് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ നമ്മുടെ അതെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും പനയും ഇതൊന്നും കാണുന്നില്ല. അതെ നമ്മുടെ അടുത്തൊന്നുമില്ല. എവിടെയെങ്കിലും ഉണ്ടോ? അടുത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പനയും കൊണ്ട് ഒരുപാട് ഉപകാരങ്ങള് ഉണ്ടായിരുന്നു പണ്ട്. എന്തിനാ പനി? പൊടി എന്തിനാ? വേറൊന്നും കിട്ടാഞ്ഞിട്ടാ? അതെ. ഈ പന കൊണ്ട് നമുക്ക് മറ്റേ പണ്ടുള്ള സമയത്ത് ഇതിന്റെ പന കൊണ്ട് വെട്ടിയിട്ട് ആ പന കൊണ്ടാണ് എന്താണ് വീട് മറ്റേ എല്ലാത്തിനും എല്ലാം കൊണ്ടും മനസ്സിലായ. ഇപ്പൊ പനയൊന്നും ആവശ്യമില്ല, ആർക്കും ഇല്ല. ഇപ്പൊ അതെ, ഇപ്പൊ കട്ടിലയും ജനലൊക്കെ വന്നിട്ട് സിമെന്റിലായി, ഇരുമ്പിലായി. അതെ. ഫസ്റ്റ് കാണുന്ന സംഭവം കടലാണ് കേട്ടോ. ദൂരത്ത് നോക്കിയാൽ കാണുന്ന കടല്. ഇപ്പൊ ഇതൊരു ബീച്ചാണ് കേട്ടോ. സ്ഥലമാണ്. അതെ, ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. ഇതൊരു ഗ്രാമമാണ്. റോഡുകളാണ്. എവിടെ കൂടംകുളം? ഞാൻ ഇപ്പൊ ഇവിടെ നിർത്തിയിട്ട് ചായ ഉണ്ടാക്കേണ്ടി വരുമോ? ഇവിടെ ചായ ഇല്ല. എന്താ ചായ ഇട്ടാത്ത? തലവേദനിച്ചിട്ട് നിക്കാച്ച. ഇത് വെച്ചാ കുറച്ചേരം വെച്ചാലൊക്കെ പിന്നെ വെച്ചാ ഭയങ്കര തലവേദന, മന്ദപ്പക്കാരം. കണ്ടത് വെക്കുന്നതിലൊക്കെ സമ്മതിക്കണം. ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് കണ്ടത് എന്താന്ന് വെച്ചാ മുരിങ്ങയുടെ തോട്ടങ്ങൾ കണ്ടു. പിന്നെ അതുപോലെ പറക്കി മുച്ചികളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. പിന്നെ തെങ്ങ്, പിന്നെ ഈ പനന്നെയാണ് കാര്യമായിട്ട് കാണുന്നത്. പറക്കി മുച്ചികളുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ. പക്ഷെ വലിയ കായ്ഫലം അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ. ഒരു പറങ്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തിന്നാമായിരുന്നു. അല്ല, കിട്ടാൻ കാണാനല്ല. പിന്നെ നല്ലതാണതേ, നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറങ്കിയൊക്കെ കഴിക്കുക നല്ലതാ. എന്തായാലും ഹാസിലായ പുറാതൊക്കെ ക്യാൻസലായി എന്ന പോലെയാണ്. തൂത്തുക്കുടി ഹാർബറൊക്കെ കാണാൻ
വിചാരിച്ച് വന്നതാണ്. അതിപ്പോ ഇങ്ങനെ സെക്യൂരിറ്റി പ്രോബ്ലം കാരണം അതൊന്നും കടത്തി വിടുന്നില്ല. അതൊന്നാമത്തെ കാര്യം. നമ്മൾ പോകുന്നത് പള്ളിയിലേക്കാണ്, ആറ്റിങ്കര പള്ളിയിലേക്കാണ് പോകുന്നത്. പള്ളിയിൽ സാധാരണ വീഡിയോസ് എടുക്കാനൊന്നും സമ്മതിക്കാറില്ല. നമുക്ക് പോയി നോക്കാം. പിന്നെ നമുക്ക് എന്തായാലും ഇവിടുത്തെ നമ്മള് കന്യാകുമാരി പോയിട്ട് നമ്മൾ പോയി അല്ലേ. എല്ലാ മറ്റേ സമയം എന്തായാലും ഉണ്ട്, പക്ഷെ അവിടുത്തെ മറ്റേതും കൂടി നോക്കണം. അതും നോക്കണല്ലോ. അങ്ങനെ നമ്മള് പള്ളിക്കുള്ള റോഡിനെ തിരിഞ്ഞു കേട്ടോ. പിന്നെ പോയാൽ അത്ര പള്ളി ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇതൊരു ഗ്രാമപ്രദേശമാട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആടുകൾ, റോഡ് സൈഡിൽ കൂടി ആടുകൾ നടക്കുന്നത്. അത് ആട്ടിൻകുട്ടി. ഇവിടെ ഒരു അമ്പലമുണ്ട്. എന്താ രസം നോക്കിക്കാണി, എല്ലാ കളറും ഉണ്ട്, കളർഫുള്ളാണ്. തൊട്ടവിലൈ എന്താ സ്ഥലത്തിന്റെ പേര്. ഒരു മതില് കെട്ടിക്കണുണ്ടോ തെങ്ങിന്റെ വട്ടയെ കൊണ്ട്. ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ അവിടെ. ചെറുതൊന്നുമല്ല, അത്യാവശ്യം ഉണ്ടോ? പള്ളിക്ക് പോണ വഴിട്ടോ. പശുക്കളെ കൊണ്ടുപോകണുണ്ടോ? ഇതൊക്കെ റൂമുകളാണ് അല്ലേ, ഇവിടെ വന്ന ആൾക്കാർ നിൽക്കുന്ന റൂമുകൾ അല്ലേ. എവിടെ ഇപ്പൊ പോവാ? ഇതെവിടെ? നോക്കിട്ട് വീഡിയോ കേട്ടോ. ഈ സോല്ലാത്ത ആൾക്കാരുണ്ട് തന്നെ ചോദിച്ചിട്ട് പള്ളിയുടെ സൈഡാണ് കേട്ടോ. അതൊക്കെ കണ്ടോ, ഒരുപാട് ആളുകൾ. എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മതം ജാതി അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. എല്ലാ മതസ്ഥരും വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നൊരു പള്ളിയാണ് കേട്ടോ ഇത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പള്ളിയിൽ വരുന്നത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ ഉണ്ട് ഇവിടെ. பெட்ரோல் சோறு வாங்கிடுவோம். கரையும் சோறு അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ. അവിടെ ഫുഡിന് വേണ്ടിയിട്ടാ വെയിറ്റ് ചെയ്യുന്നത്. കണ്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എടുത്തു കണ്ടോ, കുട്ടികളൊക്കെ കൊടുന്നതാക്കുന്നു. നമുക്ക് പോവാം. ഇതൊക്കെ റൂമുകളായിട്ട് ഇവിടെ വന്ന ആളുകൾ താമസിക്കുന്ന റൂമുകൾ. അങ്ങനെ നമ്മൾ പള്ളി സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ. ഇതാണ് ആ പള്ളിയുടെ എൻട്രൻസ്. കണ്ടോ, തമിഴിലാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. ഒത്തിരി ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇത് പള്ളീൻ്റെ സൈഡിലത്തെ കടകളാട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. കൊടുക്കുന്ന പട്ടും കാര്യങ്ങളും. ഇവിടെ പൂവാണ് കേട്ടോ കൊടുക്കുന്നത്. ഇവിടെ മുല്ലപ്പൂവാണ് ഇവിടെ എന്താ ഇതും ഇടുന്നത്.
അതൊരു വേറൊരു പ്രത്യേകത കേട്ടോ. ഞാൻ ഇവിടെയും പിന്നെ അതുപോലെ അജ്മീരൊക്കെ പൂവാണ് വെക്കുന്നത് കേട്ടോ, ഇവിടെ കൊടുക്കുന്നത്. ഇതാണ് ആ പള്ളിക്കുള്ള എൻട്രൻസ്. ഒരുപാട് പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ. അത് കണ്ടോ, പാർക്കിംഗ് ഏരിയസ് കുറഞ്ഞു. അങ്ങനെ എന്ത് വണ്ടി എന്ത് ഐസ്ക്രീമോ വേണ്ടല്ലോ, അല്ലുവിന് ഐസ്ക്രീം വേണം പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു പോരാ കേട്ടോ. ഒന്നൊന്നല്ല, 3 മേടിച്ചിട്ട് തിരിഞ്ഞു കൊണ്ടുപോകുമ്പോഴല്ല. മേൽക്കുടി ആവും എന്നുള്ള പ്രശ്നം എന്തായാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ചെറുതായിട്ടൊന്നും ഞെക്കി പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ വേറൊരു സ്ഥലത്തെ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ വരുന്നവരേക്കും ഓക്കെ, ടാറ്റാ, ബൈ.